നിലവിൽ 29ാമതാണ് ചഹൽ എന്നറിയുമ്പോഴേ കൈവിട്ട ക്യാച്ചുകളുടെ വില മനസ്സിലാകൂ. സീസണിലെ ആദ്യ 7 മത്സരങ്ങളിലും പരാജയമറിയാതെ കുതിച്ച പഞ്ചാബ് ഇപ്പോൾ തുടർച്ചയായ 3 തോൽവികളുമായി പ്രതിരോധത്തിലാണ്. ഫീൽഡിങ്ങിലെ പിഴവുകൾ ആവർത്തിച്ചാൽ ഒരുപക്ഷെ ടീമിൻ്റെ പ്ലേ ഓഫ് സാധ്യത തന്നെ തുലാസിലാകും. അതേസമയം ക്യാച്ച് എഫിഷ്യൻസി നോക്കുമ്പോൾ പഞ്ചാബിനേക്കാൾ മോശം പെർഫോമൻസ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പേരിലാണ്. 31ൽ 17 ഡൽഹി വിട്ടുകളഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ പഞ്ചാബുമായുള്ള ഒറ്റ മത്സരത്തിൽ തന്നെ ശ്രേയസ് അയ്യരുടെ ക്യാച്ച് 2 തവണ വിട്ടുകളഞ്ഞിട്ടുണ്ട് കരുൺ നായർ. ഡൽഹി പരാജയപ്പെട്ട ആ മത്സരത്തിൽ ശ്രേയസ് അയ്യർ പുറത്താകാതെ 71 റൺസും നേടിയിരുന്നു. ഹൈദരാബാദ് മോശം ഫീൽഡിംഗ് തുടരുന്ന മറ്റൊരു ടീമാണ്. 42ൽ 15 ക്യാച്ചും SRH വിട്ടുകളഞ്ഞിട്ടുണ്ട്. ചെന്നൈയാണ് അടുത്തത്. ആകെ 49 അവസരത്തിൽ 15 എണ്ണം CSKയും ഡ്രോപ്പ് ചെയ്തു. ശശാങ്ക് കഴിഞ്ഞാൽ ഈ IPLലെ ഏറ്റവും മോശം ഫീൽഡർ ചെന്നൈയുടെ ശിവൻ ദുബെയാണ്. അതിപ്പോൾ ചെന്നൈയിലായാലും ഇന്ത്യൻ ടീമിലായാലും ദുബെ ഫീൽഡിങ്ങിൽ വൻ അബദ്ധമാണെന്ന് നമുക്കറിയാം. ക്യാച്ച് എടുക്കുന്നതിൽ മാത്രമല്ല, നല്ലൊരു ഫീൽഡിംഗ് ശ്രമം പോലും ദുബൈയിൽ നിന്നുണ്ടാകാറില്ല. അതിവേഗത്തിലുള്ള റണ്ണപ്പോ നല്ലൊരു ത്രോയോ പോലും ദുബെ ചെയ്യുന്നത് നമ്മൾ കാണാറുമില്ല. ഇത്തവണ ഇതുവരെ 4 ക്യാച്ച് ദുബെ മാത്രം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയുമായുള്ള അവസാന മത്സരത്തിൽ ചെന്നൈ ദുബൈയെയും ഡ്രോപ്പ് ചെയ്തു. അന്ന് ഫീൽഡിങ്ങിന് ഇറക്കാതെ ഇമ്പാക്ട് സബ്ബായാണ് ദുബെ കളിച്ചത്. എന്നാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ക്യാച്ച് എടുക്കുന്നതിൽ മിടുക്കന്മാർ. 43ൽ 39ഉം KKR കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട്. 4 ക്യാച്ച് മാത്രമാണ് ഡ്രോപ്പ് ചെയ്തത്. 90.70 കൊൽക്കത്തയുടെ ക്യാച്ച് എഫിഷ്യൻസി. 86.96% എഫിഷ്യൻസിയുമായി രാജസ്ഥാൻ റോയൽസ് രണ്ടാമതും 86.27% ക്യാച്ച് എഫിഷ്യൻസിയുമായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 3ാം സ്ഥാനത്തുമുണ്ട്.